24 ദിവസത്തിന് ശേഷം തൃപ്പൂണിത്തുറയിൽ തിരിച്ചെത്തി. ഞാൻ പാലക്കാടേക്ക് പുറപ്പെടുമ്പോൾ എന്നോടൊപ്പം നിന്ന് എന്നെ അനുകരിച്ച് യാത്രയാക്കിയ ബാബുച്ചേട്ടൻ കൃത്യമായിട്ട് പോളിംഗ് ബൂത്തിൽ വന്നപ്പോൾ ബാബുച്ചേട്ടൻ്റെ കൂട്ടത്തിൽ വോട്ട് ചെയ്തു. തിരിച്ചതാ ഇപ്പോൾ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് പോവുകയാണ്. ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഉത്സവം, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്നാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും അതേ ഉത്തരവാദിത്തത്തോട് കണ്ട് പോളിംഗ് ബൂത്തുകളിലെത്തുക, വോട്ടുകൾ ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതെ, കാറ്റ് നല്ല കാറ്റ്, UDF അനുകൂല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലായിടത്തും ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം പാലക്കാട് തന്നെ ആയിരുന്നല്ലോ കൂടുതലും ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 4 മണി മുതൽ ഇവിടുന്ന് ബാബുച്ചേട്ടൻ്റെ ഷാളും അനുഗ്രഹവും മേടിച്ച് പോയി അവിടെ ചെന്ന് കയറി അന്ന് മുതൽ ഇന്ന് വരെ രാവിലെ ഒരു 4 മണി മുതൽ മാർക്കറ്റിൽ പോകുന്ന മുതൽ രാത്രി 1 മണി വരെ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ജനങ്ങളെ കാണുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടുന്ന് പോകുമ്പോൾ പറഞ്ഞ വാക്ക്, ഒരു ഫെയർ പൊളിറ്റിക്സ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഞാൻ ഇത്രയും ദിവസം എൻ്റെ മറുപക്ഷത്തുള്ള ഒരു സ്ഥാനാർത്ഥികളുടെയും പേര് പറയുകയോ വ്യക്തിപരമായി ആരെങ്കിലും പരാമർശങ്ങൾ കൊണ്ടോ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ജനങ്ങളുമായിട്ടാണ് നമ്മൾ സംവേദിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി പരമാവധി ജനങ്ങളെ കണ്ടു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എന്നെ കൊണ്ട് കഴിയാവുന്നത്രയും ആളുകളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം വരും. പാലക്കാട് വലിയ വിവാദങ്ങളൊക്കെയാണ് ഞാൻ ചെന്ന ദിവസം മുതൽ ആദ്യം ദുർബലനായ സ്ഥാനാർത്ഥി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഈ വോട്ട് ചെയ്യാൻ ഈ ക്യൂവിൽ നിൽക്കുന്ന എല്ലാ ജനങ്ങളും രാഷ്ട്രീയക്കാരാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നൊരു സ്ഥലമൊന്നുമില്ല. വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഈ രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാർ. അപ്പം ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് ഇവർ പറഞ്ഞു വരുത്തി. അതേ തുടർന്ന് ഞാൻ പറയുന്നതും പറയാത്തതുമായ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഓരോ ചാനലിലെ എംപ്ലോം വെച്ച് കാർഡുകൾ ഉണ്ടാക്കി അവിടെ മുഴുവൻ പറഞ്ഞു വരുത്തി. അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് പലരും ഇത്തരത്തിൽ പണം കൊടുക്കുന്നുണ്ട്, സാരി കൊടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അറിയിച്ചിരുന്നു. നമുക്ക് അതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നിനും തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് അറിയിച്ചു. അതുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് അവിടുത്തെ ഇലക്ഷൻ കൺവീനർ എന്ന് പറയുന്ന പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ മിനിഞ്ഞാന്ന് തന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരുന്നു. ഇന്നലെയാണ് അത്തരത്തിലൊരു ദൃശ്യം പ്രചരിക്കപ്പെട്ടതും കാര്യങ്ങൾ കാണുകയും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് അതിലുണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ രാത്രി, ഇപ്പോൾ രാവിലെ പാലക്കാട് വിളിച്ച പറഞ്ഞത് വ്യാപകമായി എൻ്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും എല്ലാം അവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകർ, BJPയുടെ പ്രവർത്തകർ അത് മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാവിലെ പാലക്കാട് നിന്ന് അറിയാൻ കഴിഞ്ഞത്.